ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ് ബെസ്റ്റ് മൂവി, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ. ഈ ഒരു അവാർഡ്സൊക്കെ കിട്ടാൻ പോകുന്ന സിനിമയാണ് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അത്ര കിടിലമായിട്ടുള്ള വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു പക്കാ സ്ലോ പേസ് ആയിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു 3-3.5 മണിക്കൂറുണ്ട് ഈ ഒരു മൂവിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഒരു വലിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് നല്ല ക്ഷമ വേണം. ചില സ്ഥലത്തൊക്കെ ലാഗ് അടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷേ ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങിലും ആ ഒരു പ്രസന്റേഷനിലൊക്കെ നല്ല ബ്ലെൻഡ് ആയത് പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ റൺ ടൈം ഇത്ര വലുതാണെങ്കിലും ഈ ഒരു മൂവി സംസാരിക്കുന്ന സബ്ജക്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം നടക്കുന്ന കാര്യങ്ങളും ഇവന്റ്സും അല്ലെങ്കിൽ അന്ന് എങ്ങനെയാണ് ആൾക്കാർ സർവൈവ് ചെയ്തത്, അന്നത്തെ ഇവന്റ്സ് എങ്ങനെയായിരുന്നു, അതൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവി മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ആഡ്രിൻ ബ്രൂഡന്റെ ക്യാരക്ടറായിട്ട് ലാസ്റ്റോ ടോത്ത് എന്ന് പറയുന്ന ആൾ ഒരു ആർക്കിടെക്ട് ആണ്. പുള്ളിക്കാരൻ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ആ ഒരു ഹിറ്റ്ലറിന്റെ അല്ലെങ്കിൽ ആ ഒരു വാറൊക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു പോസ്റ്റ് വാറിന് ശേഷം പുള്ളിക്കാരൻ അമേരിക്കയിലോട്ട് കുടിയേറുന്നതും അവിടെ പോയതിനു ശേഷം പുള്ളിക്കാരന്റെ കഴിവ് അവിടെ ഒരാൾ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ അവിടെ പോയതിനു ശേഷം പുള്ളിക്കാരൻ എങ്ങനെ സർവൈവ് ചെയ്യും അല്ലെങ്കിൽ അവിടെ പോയതിനു ശേഷം എന്തൊക്കെയാണ് പുള്ളിക്കാരൻ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഇവന്റ്സ് ഒക്കെ എങ്ങനെയാണെന്നാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ കോൺസെപ്റ്റും അല്ലെങ്കിൽ ഇതിന്റെ മേക്കിംഗ് അഡ്രേന്റെ തന്നെ പഴയ മൂവി ആയിട്ടുള്ള ദി പിയാനിസ്റ്റ് എന്നൊരു മൂവിയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള ഒരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി സംസാരിക്കുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അന്നത്തെ ഇവന്റ്സും ആൾക്കാരൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു, എങ്ങനെ ഫേസ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ട്രോമ ഉണ്ടല്ലോ അന്ന് എങ്ങനെ നടന്നിരുന്നത് പക്ക റോ ആയിട്ട് ആ കുടിയേറ്റവും അന്നത്തെ എല്ലാ കാര്യങ്ങളും A to Z സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിങ്ങോട്ട് എൻഡ് വരെ ആ ഒരു എൻഡ് ക്ലൈമാക്സ് ഉള്ള ഒരു ഡയലോഗ് പോലും അത്ര ഫീൽ ആയിട്ടാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിലെ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അഡ്രേന്റെ ക്യാരക്ടർ പെർഫോമൻസ് തന്നെയാണ്. കിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ആ ഒരു ക്യാരക്ടറായിട്ട് പുള്ളിക്കാരൻ അങ്ങ് ജീവിച്ചെന്നാണെങ്കിൽ പറയാം. ആ സിനിമയുടെ സ്റ്റാർട്ടിങ്ങോട്ട് എൻഡ് വരെ ഓരോ എക്സ്പ്രഷൻസ് ആയാലും ഓരോ ഇവന്റ്സ് ആയാലും പുള്ളിക്കാരൻ ഡയലോഗ്സ് ആയാലും ഈച്ച് ആൻഡ് എവറി സീക്വൻസ് വാസ് ലൈക്ക് അമേസിങ്. ചുമ്മാ എല്ലാം മൂപ്പർ ഓസ്കാർ അടിച്ചുകൊണ്ട് പോയി അത്ര കിടിലം പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരു വലിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്നു, ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അന്നത്തെ ഇവന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബോറടിയോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നല്ല രീതിക്ക് ഇങ്ങനെ കണ്ടിരുന്നു. ആൻഡ് സിനിമ കാണാൻ പോകുന്നവരടുത്താണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഭയങ്കര എൻഗേജിങ് ആയിട്ടോ ത്രില്ലിംഗ് ആയിട്ടോ അങ്ങനെയൊന്നുമില്ല. വളരെ സ്ലോ പീസ് ആണ്. സ്ലോ പീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുവന്ന ഒരുപാട് സീക്വൻസ് ഉണ്ട്. ആ ഒരു കാര്യം മൈൻഡ് വെച്ച് പോവുക. ഒരു 3-3.5 മണിക്കൂറുണ്ട് സിനിമ. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ ഓർത്താണെന്ന് ചോദിച്ചാൽ നല്ല ഓർത്താണ്. ഒരിക്കലും 3.5 മണിക്കൂർ നമ്മൾ ഇരുന്ന് കണ്ടിട്ട് ഓക്കെ ഇത് വർക്കായില്ല എന്ന് തോന്നത്തില്ല. സോ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.